അപ്പോൾ മക്കളെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും കുറേ പേർക്ക് ഗ്രൂപ്പിനെ കുറിച്ച് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഒരു 8 ദിവസം മുമ്പുള്ള ആ വീഡിയോയിൽ ഞാൻ ഗ്രൂപ്പിനെ കുറിച്ച് നല്ല പോലെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട വീഡിയോസ്, ഫോട്ടോസ്, കഥകൾ, അതായത് നമുക്ക് യൂട്യൂബിൽ എല്ലാം തന്നെ വ്യക്തമായിട്ട് തെളിയിച്ച് പറയാൻ പറ്റത്തില്ല. അതുപോലുള്ള പറ്റാത്ത എല്ലാ കഥകളും നമ്മൾ വാട്സപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാം, അതൊരിക്കലും ഫ്രീ അല്ല, 500 രൂപ പേയ്മെൻറ്റ് ചെയ്യണം. കാരണം നമ്മൾ മോണിറ്റൈസേഷൻ കിട്ടിയതിന് ശേഷം മെമ്പർഷിപ്പ് ഒരു 799 രൂപയാണ്, 800 രൂപ. അതിൽ ജോയിൻ ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ നമ്മൾ 500 രൂപ കൊടുത്ത് വാട്സപ്പിൽ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 800 രൂപ എന്ന് പറയുന്നത് മാസം കൊടുക്കണം. പക്ഷേ ഈ 500 രൂപ ഒറ്റൊരിക്കൽ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ലൈഫ് ലോങ് കിട്ടുന്നതായിരിക്കും. അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ ഗ്രൂപ്പിൽ മാത്രമേ ഗേൾസ് ഉള്ളൂ, രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഗേൾസ് ഇല്ല എന്നവരോട് എല്ലാം തന്നെ ഞാൻ സെറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റ് രാത്രി 10 മണിക്കായിരിക്കും വീഡിയോസ് ഞാൻ ഇടുന്നത്, യൂട്യൂബിലായാലും വാട്സപ്പിലായാലും. അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യണം. 7 മണിക്ക് വീഡിയോ എന്ന് ആരും തന്നെ ഗ്രൂപ്പിൽ കമൻറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഞാൻ 10 മണിയാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ഞാൻ അതിലോട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് തീർച്ചയായിട്ടും ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക. ഹായ് ഇട്ടാൽ ഞാനൊരു സ്കാനർ ഇടുന്നതായിരിക്കും. അതിലോട്ട് 500 രൂപ ഇട്ട് പേയ്മെൻറ്റ് ഇട്ട് ആ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചാൽ ഉടനെ ഞാൻ ആ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പിലോട്ട് ആഡ് ആക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യവും സാധിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കിടക്കാം. നമ്മളെ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് നമ്മുടെ ഒരമ്മയും ഒരു മോൻ്റെയും കഥയായിരുന്നു. അപ്പോൾ അവന് ജനിച്ചപ്പോൾ തൊട്ടേ അവൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ അമ്മയ്ക്ക് ഒരു 6-ാം മാസം ആയപ്പോൾ തന്നെ അവൻ്റെ അച്ഛൻ അവനെ വിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ മകന് അച്ഛനില്ല, എല്ലാം അവൻ്റെ തലയിലായി. അതുകൊണ്ട് തന്നെ ജനിച്ചപ്പോൾ തൊട്ടേ അവൻക്ക് കുറച്ച് കഷ്ടകാലമായിരുന്നു. ജീവിതത്തിൽ എല്ലാം ഒരു കഷ്ടത. കാരണം അവനാണല്ലോ ഇനി അവൻ്റെ ജീവിതമൊക്കെ നോക്കേണ്ടത്. അവന് ചെറിയ ഓരോരോ പണിക്ക് മാത്രമേ, അതായത് നമ്മുടെ തെങ്ങ് കയറ്റമില്ലേ, തെങ്ങ് കയറ്റവും പിന്നെ 100 രൂപയ്ക്ക് തേങ്ങ ഒലിക്കല്, അതുപോലുള്ള ജോലിയായിരുന്നു അവൻ്റെത്. ഒരു ദിവസം 100 രൂപയ്ക്ക് എവിടെന്നെങ്കിലും കിട്ടിയാലേ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ മാസം അവന് 15,000 കിട്ടും. ആ 15,000 തന്നെ അവന് കറണ്ട് ബില്ലായാലും വീട്ടു സാധനമായാലും ഒക്കെ ആയിട്ട് തീരുന്നതായിരിക്കും. അവൻ്റെ കോളേജ് ഫീസ്, അവന് എല്ലാം കൊണ്ട് അവന് മടുത്തു. അങ്ങനെ അവൻ്റെ ലൈഫിൽ വന്ന ഒരേ ഒരു ശീലമായിരുന്നു കള്ളുകുടി എന്നുള്ള ശീലം. അങ്ങനെ ആ ശീലം അവൻ്റെ ലൈഫ് മുഴുവനും മാറ്റിമറിക്കുകയാണ്. അവൻ്റെ അമ്മയെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഇതിലോട്ട് എത്തിക്കുകയാണ് അവൻ്റെ ആ ശീലം. അങ്ങനെ അവന് പറ്റിയ ഒരബദ്ധം, അതായത് അവൻ്റെ സ്വന്തം അമ്മയുടെ കൂടെ. അപ്പോൾ ആ കഥയിലോട്ടാണ് ഞാൻ ഇന്ന് കിടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. അങ്ങനെ അച്ഛൻ മരിച്ച അന്ന് മുതൽ അവൻ്റെ ലൈഫിൽ അനുഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല. അവൻ്റെ അമ്മയെ വലിയ ഇഷ്ടമായിരുന്നു. അവൻ്റെ അമ്മ കഴിഞ്ഞിട്ടേ അവന് വേറെ ആരും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവൻ്റെ കുടുംബക്കാരും എല്ലാവരും അവൻ്റെ അമ്മയെ ഒരു വില വെക്കാത്ത രീതിയിലായി. അവൻ്റെ അമ്മയ്ക്കും അവനെ പോലെയായിരുന്നു. അമ്മയുടെ ഫാമിലിയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, എല്ലാം തന്നെ അച്ഛൻ്റെ ഫാമിലി മാത്രമായിരുന്നു. പക്ഷേ അച്ഛൻ മരിച്ചതിന് ശേഷമായിരുന്നു സ്വന്തം ബന്ധുക്കളാണ്, ഇത്രയും ഒരു പാമ്പിന്റെ സ്വഭാവമൊക്കെയുള്ള ബന്ധുക്കളായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് എന്നിവർ മനസ്സിലാക്കുന്നത്. അതുമുതൽ സ്വന്തം മകനെ ഒന്നും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അമ്മയെ ജീവനായ അവനെ തന്നെ അവൻ്റെ അമ്മയെ എന്തൊക്കെയോ ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവൻ്റെ അമ്മയുടെ മരണം പോലും ആ കാരണമായിരുന്നു. അവൻ്റെ അമ്മ എന്ന് പറയുന്നത് അവനെ സഹിക്കാൻ കഴിയാതെ ട്രെയിനിന് വീണ് മരിച്ചതായിരുന്നു അവൻ്റെ അമ്മ. അപ്പോൾ ഒരു ദിവസം അവൻ വൈകിയായിരുന്നു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. അവൻ്റെ അമ്മ അവനെ അവിടെ ഭക്ഷണവും വെച്ച് കാത്തു നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു ഡോറ് കതകിലോട്ട് ചാടി ഒരു ശബ്ദം. പക്ഷെ അവൻ ഇത് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ അവന് കൂടെ മരിക്കാൻ വേണ്ടിയായിരുന്നു. അമ്മയെ കൊന്നിട്ട് ഇവനെ മരിക്കാം എന്ന് വിചാരിച്ചായിരുന്നു അവൻ ആ വീട്ടിലോട്ട് കയറി വന്നത്. പക്ഷെ അമ്മയുടെ നല്ല സാരിയും ബ്ലൗസും നല്ല ചന്ദനത്തിരിയുടെ മണവും ഒക്കെ മണത്തപ്പോൾ അവൻ ഒന്നാമത് കള്ളു കുടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സ്വന്തം അമ്മയാണെന്ന് പോലും അവൻ അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ
സ്വന്തം അമ്മയും അവനെ വിട്ടുപോയി. വൈകാതെ അവനും അവന്റെ അമ്മയോടൊപ്പം യാത്രയാവുകയാണ് ചെയ്തത്.